വെൽക്കം ടു ട്രൈഡ്വുഡ്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനു മുന്നേ ഇന്നലെ നമ്മൾ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം. ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൃത്യമായി മാർക്കറ്റ് ഈ ലെവലിലേക്ക് എത്തി. അവിടെ നിന്ന് വീണ്ടും അടുത്ത ലെവലിലേക്ക് ഇറങ്ങി, അവിടെ നിന്ന് വീണ്ടും ഈ ലെവലിലേക്ക് ഇറങ്ങി. അതായത് നമ്മൾ ഇന്നലെ വരച്ചു വെച്ചിരിക്കുന്ന കീ ലെവലുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏരിയാസിനെ മാർക്കറ്റ് കൃത്യമായി റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനു വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടിലോട്ട് പോവാം. വൺ ഡേ ചാർട്ടിലോട്ട് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒരു ചെറിയ രീതിയിലൊന്ന് മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അവിടുന്ന് വീണ്ടും താഴോട്ടേക്ക് തന്നെയാണ് വരുന്നത്. താഴോട്ടേക്ക് വരുന്നത് ഒരു സപ്പോർട്ട് എടുക്കാനായിരിക്കും. അങ്ങനെയാണെങ്കിൽ എവിടേക്കായിരിക്കും വരുമെന്നാണ് നമ്മൾ നോക്കുന്നത്. മിക്കവാറും ഈ ലെവൽ വരെ വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ കുറച്ചും കൂടി താഴെ വന്നിട്ട് ഇവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമ്മൾ ഇവിടെ ഒന്ന് വരച്ചിടുന്നുണ്ട്. പിന്നെ വൺ ഡേ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു FEG ഇവിടെ എടുക്കുന്നുണ്ട്. ആ ഒരു ഏരിയയിലേക്ക് ഒരു പക്ഷെ മാർക്കറ്റ് വരാനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. അപ്പൊ അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുന്നേ ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇന്ന് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് വരുന്ന ദിവസമാണ്. അതിന്റെ പ്രീവിയസ് ഫിഗർ വരുന്നത് 240K ആണ്. ഫോർകാസ്റ്റ് 236K ആണ്. അതായത് പ്രീവിയസിനേക്കാളും താഴെയാണ് ഫോർകാസ്റ്റ് വരുന്നത്. അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് വരുന്നത് ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതായത് ഫോർകാസ്റ്റിനേക്കാളും താഴെ ഒരു ഫിഗർ വരികയാണെങ്കിൽ കറൻസിക്ക് ബെറ്റർ ആവും എന്നുള്ളതാണ്. ഇവിടെ നോക്കിയാൽ കാണാം ഓൾറെഡി പ്രീവിയസിനേക്കാളും താഴെയാണ് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫോർകാസ്റ്റിന്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ കറൻസിക്ക് ബെറ്റർ ആവാനുള്ള സാധ്യത ഉണ്ട്. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിലോട്ട് വരുമ്പോൾ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ മാർക്ക് ചെയ്ത FEG അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ ഉണ്ട്. ഇവിടെ റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രൈസ് 3414.682, അതുപോലെ 3399.806. അതുപോലെ തന്നെ ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. അതിന്റെ 3341.883, അതുപോലെ 3358.342 ആണ്. താഴെയുള്ള FEGയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 3333,970, അതുപോലെ 3322,259. അതുപോലെ തന്നെ അതിന്റെ താഴെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് 3229,607, അതുപോലെ 3306,750. അപ്പൊ ഇത്രയാണ് 1 അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് ഇപ്പോൾ മാർക്കറ്റ് ഒരു താഴോട്ടേക്ക് ഇറങ്ങി വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് 50 മിനിറ്റ്സിന്റെ റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതിനൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ കളറും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 3387,017, അതുപോലെ 3379.591 ആണ് ഉള്ളത്. അതുപോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് കാണാം ഇവിടെ ഈ ലെവലിൽ ഒരു FEG കിടക്കുന്നുണ്ട്. അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 3362.265, അതുപോലെ 3356.414 ആണ്. ഇനി എൻട്രി സാധ്യത എന്ന് പറയുമ്പോൾ നോക്കിയാൽ തന്നെ കാണാം മാർക്കറ്റ് നിൽക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ്. ആ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് ഒരു കൺഫർമേഷൻ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊരു കൺഫർമേഷൻ ക്ലിയർ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കത് അവിടെ നിന്നൊരു സെൽ എൻട്രി എടുക്കാം. ആ സെൽ എൻട്രിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ലെവലിലായിരിക്കും. ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോവാം. അതിന്റെ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെയും സെക്കൻഡ് ടാർഗറ്റ് ഈ ലെവലിലുമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ലെവലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വലിയൊരു സപ്ലൈ നടന്നൊരു ഏരിയ ആണ്. അപ്പോൾ വീണ്ടും ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ നിന്നിട്ട് ഒരുപക്ഷെ ഒരു ബ്രേക്ക് തരാം. അങ്ങനെ ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഓൾ ടൈം ഹൈനെ വീണ്ടും ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ഇങ്ങനെ കുറച്ചിങ്ങനെ നിന്ന് കഴിഞ്ഞതിന് ശേഷം താഴോട്ടേക്ക് ഒരു മൂവ്മെന്റ് തരാം. താഴോട്ടേക്ക് മൂവ്മെന്റ് തരിക എന്ന് പറയുമ്പോൾ ചാടി കയറി അതിന് എടുക്കരുത്. അതിങ്ങനെ മൂവ്മെന്റ് തന്നിട്ട് റീടെസ്റ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. റീടെസ്റ്റ് വന്നിട്ട് വീണ്ടും ഒരു മൂവ്മെന്റ് കൂടി തന്നു കഴിഞ്ഞാൽ
നമുക്ക് വീണ്ടും ഒരു സെൽ എൻട്രി നോക്കാം. അങ്ങനെയാണെങ്കിൽ ടാർഗറ്റ് എന്ന് പറയുന്ന ഈ ലെവലിലൊക്കെ ആയിരിക്കാൻ ഉള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് ഇപ്പൊ പറഞ്ഞ 2 കാര്യങ്ങൾ. ഇനിയൊരു സെൽ എൻട്രി എന്ന് പറയുന്നത് ഈ ലെവൽ, നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് ഈ FEGയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹൈ ടൈം ഫ്രെയിമിന്റെ FEG ആണ്. ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടിയാൽ വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൺഫർമേഷൻ എടുത്തതിന് ശേഷം ചിലപ്പോൾ ഇവിടെ വന്നതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി താഴോട്ടേക്ക് വരാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ ലെവലിന്റെ മുകളിൽ വന്നാലാണ് ശരിക്കും ആക്ച്വൽ പറഞ്ഞ നല്ലൊരു ബൈ കിട്ടാനുള്ള സാധ്യത. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആ ബൈ വലിയൊരു ബൈ ആവാനുള്ള സാധ്യത ഉണ്ട്. ഓൾ ടൈം ഹൈയിലേക്കൊക്കെ പോവാം. അത് പക്ഷെ ഇന്ന് സംഭവിക്കുമോ അറിയില്ല. പക്ഷെ എന്നാലും സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ഒന്ന് കിട്ടാനുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വരാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഇവിടെ നടക്കാനുണ്ട്. ഒരുപക്ഷെ ഗ്യാപ്പ് ഫില്ലിംഗ് നടക്കുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല. എന്നിരുന്നാലും ഇത് സാധ്യത കാണുന്നുണ്ട്. അതും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയി ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.